നമസ്കാരം. ആരോഗ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തെറ്റിപ്പോയിട്ടില്ല എന്നറിയുമ്പോൾ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഞാൻ എൻ്റെ നിഗമനങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിവെക്കുന്ന, വളരെ അധികം ശരിവെക്കുന്ന ഒരു വാർത്തയാണ് മാധ്യമങ്ങളിലുള്ളത്. അതായത് ഗാസയിൽ ജീവിക്കുന്ന പലസ്തീനുകൾ ഹമാസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ നാട്ടിലെ, അതായത് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് എന്നത് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെന്ന് ധരിച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് മതവിഷം തുപ്പുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്ന കാര്യം കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടേനെ, അവരുടെ മനസ്സൊക്കെ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ചേനെ. എന്നാൽ അവരാരും അത് കേട്ടില്ല. ഹമാസ് എന്ന് പറയുന്നത് പലസ്തീൻകാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു സംഘടനയല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറി അവിടെ കുറെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു. അങ്ങനെ കൂട്ടക്കൊല ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് കടന്നു കയറി അന്ന് മുതൽ ആക്രമണം നടത്തിയത്. അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് പലസ്തീനികളെ ഓർത്ത് വ്യസനിക്കുന്നു. പലസ്തീനിൽ ജീവിക്കുന്ന കുട്ടികളും സ്ത്രീകളും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, ഗുരുതരമായിട്ട് പരിക്ക് പറ്റി ജീവിക്കുന്നവരുണ്ട്. അവരുടെ വീടുകളെല്ലാം തകർന്നു. അവർക്ക് വെള്ളം കിട്ടുന്നില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അവർ വളരെ വലിയ ദുരിതത്തിലാണ് ജീവിക്കുന്നത്. അവർ ഒരു തെറ്റും ചെയ്തിട്ടല്ല അവർക്ക് ഈ ദുരിതം വന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ആ ദുരിതം ഇട്ടുകൊടുത്തത് അവരെ രക്ഷിക്കാനെന്ന പേരിൽ നിൽക്കുന്ന ഹമാസാണ്. ഹമാസ് ഇസ്രായേലിലേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും പലസ്തീനിലേക്ക് കയറി ഈ അതിക്രമം കാണിക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിരുന്നു, ഹമാസിന് വേണ്ടിയല്ല അങ്ങോട്ട് കയറിയത്. ഹമാസ് പലസ്തീനികൾക്ക് വേണ്ടിയല്ല അങ്ങോട്ട് കയറിയത്. ഹമാസ് അങ്ങോട്ട് കയറിയത് ഇസ്രായേലിനും ഖത്തറിനും അമേരിക്കയ്ക്കും പിന്നെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ പിന്നിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടിയാണ്. ഹമാസ് ഇത് ചെയ്തത് ഇസ്രായേലിനും അതുപോലെ തന്നെ ഖത്തറിനും അമേരിക്കയ്ക്കും ഒക്കെ ഗാസ എന്ന് പറയുന്ന സ്ഥലം കയ്യേറാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഗാസ കടലിടുക്കിലെ എണ്ണ നിക്ഷേപം, അവിടുത്തെ പ്രകൃതിവാതകം, അത് സ്വന്തമാക്കാനുള്ള ഒരു ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഹമാസിനെ അവിടുത്തെ ഒരു ഭരണകൂടമാക്കി അവർ നിലനിർത്തിയിരുന്നതും തക്ക സമയം വന്നപ്പോൾ ഹമാസ് ഇസ്രായേലിലേക്ക് കയറി ആക്രമിച്ചതും. എന്താണ് ഈ തക്ക സമയം? തക്ക സമയം എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യം യൂറോപ്പിലെ മാർക്കറ്റാണ്. അതായത് യൂറോപ്പിൽ ഉള്ള എല്ലാ രാജ്യങ്ങൾക്കും എണ്ണയും പ്രകൃതിവാതകവും വർഷങ്ങളായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ പക്കൽ നിന്നും ഈ മാർക്കറ്റ് തട്ടിയെടുക്കാൻ ഇസ്രായേലിലും അമേരിക്കയിലെയും അതുപോലെ തന്നെ ഖത്തറിലെയും ഒക്കെ ചില വമ്പന്മാർ പണ്ട് മുതലേ ആഗ്രഹിക്കുന്നു. കാരണം യൂറോപ്യൻ മാർക്കറ്റ് അത്രയ്ക്ക് ലുക്രേറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. എന്നാൽ അത് റഷ്യയുടെ കൈവശമാണ് ഇരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ വിലയുമായിട്ട് തുലനം ചെയ്ത് റഷ്യയെ പോലെ തന്നെ നല്ല ഒരു റേറ്റിന് അവിടെ സാധനം കൊടുക്കാൻ ഇവരുടെ പക്കൽ സാധനമുണ്ടെങ്കിൽ അത് സാധിക്കും എന്നവർക്കറിയാം. എന്നാൽ ഇവരുടെ പക്കൽ അവിടേക്ക് കൊടുക്കാൻ ആവശ്യത്തിന് പ്രകൃതിവാതകമോ എണ്ണയോ ഇല്ല. അതിനവർ കണ്ട ഒരു പോംവഴിയാണ് ഗാസ കടലിടുക്കിലെ പ്രകൃതിവാതകവും എണ്ണയും സ്വന്തമാക്കുക. അത് സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ ഗാസ സ്വന്തമാകണം. ഗാസ സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പലസ്തീനികൾ പുറത്തു പോകണം. പലസ്തീനികൾ അവിടെ ജീവിക്കാൻ പാടില്ല. അവരുടെ മണ്ണല്ല അത് എന്ന് അവർ തന്നെ പറഞ്ഞ് അവിടെ നിന്നും അവർ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആര് ഈ സ്ഥലം പിടിച്ചെടുക്കുന്നോ അത് അവരുടെ സ്വന്തമാകും. എന്നിട്ട് അവിടെ നിന്നും ഈ പ്രകൃതിവാതകവും എണ്ണയും മറ്റും കുഴിച്ചെടുത്ത് അവർക്ക് നിസ്സാര വിലയ്ക്ക് യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൽ അവർ വന്നുകൊണ്ടിരിക്കെ ഒന്നാമത് അവരുടെ മുമ്പിലുണ്ടായിരുന്ന തടസ്സം എന്ന് പറയുന്നത് റഷ്യയുടെ സപ്ലൈ ആദ്യം നിർത്തിവെക്കുക എന്നതായിരുന്നു. റഷ്യയുടെ സപ്ലൈ നിർത്തിവെക്കാൻ വേണ്ടിയാണ് അവർ ഉക്രൈനെ കൂട്ടുപിടിച്ചത്. ഉക്രൈനെ കൂട്ടുപിടിച്ച് ഉക്രൈൻ റഷ്യയ്ക്ക് ഒരു ഭീഷണിയായിട്ട് മാറുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തി. അതും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കൊറോണയൊക്കെ വന്ന സമയത്ത് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യ ഇതെല്ലാം കാണുന്നുണ്ട്. ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകും എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ റഷ്യക്ക് മനസ്സിലായി ഉക്രൈനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് പ്രശ്നമായിട്ട് മാറും. എന്നാൽ പുടിൻ അറിഞ്ഞിരുന്നില്ല ഉക്രൈനെ കൊണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഗാസ ലക്ഷ്യം വെച്ചാണെന്നുള്ളത്. അങ്ങനെ ഉക്രൈനെ അടിക്കാനായിട്ട് റഷ്യ അങ്ങോട്ട് കയറി. അതോടെ അമേരിക്കയും യൂറോപ്പും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. അമേരിക്കയുടെയും റഷ്യയുടെയും ഉപരോധം വന്നതോടെ റഷ്യക്ക് യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക സപ്ലൈ ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. ആ ഗ്യാപ്പിൽ അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമൊക്കെ, എന്തിന് നമ്മുടെ രാജ്യത്തു നിന്ന് പോലും യൂറോപ്പിലേക്ക് എണ്ണയും മറ്റ് പ്രകൃതിവാതകങ്ങളൊക്കെ പോകാൻ തുടങ്ങി.
എന്നാൽ ഇതൊന്നും കൊണ്ട് തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഡിമാൻഡിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗാസ സ്വന്തമാക്കാനുള്ള കൃത്യസമയം ആയി എന്ന് റഷ്യയെ കൊണ്ട് ഉക്രൈനെ അടുപ്പിച്ചവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഹമാസ് കൃത്യമായിട്ട് റഷ്യയ്ക്ക് ഉപരോധം വന്ന ശേഷം അവർ നിർദ്ദേശിച്ച സമയത്ത് ഇസ്രായേലിലേക്ക് കയറുന്നത്. ഇസ്രായേലിൽ അവർ കയറുമ്പോൾ ഇസ്രായേൽ അത് അറിയരുതെന്നും ഇസ്രായേൽ അതിനെതിരെ ഒന്നും ചെയ്യരുതെന്നും അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് നെതന്യാഹുവോ മൊസാദോ ഒന്നും തന്നെ തൊട്ടടുത്ത് നിന്നും ഹമാസിന്റെ ആൾക്കാർ അങ്ങോട്ട് കയറിയത് അറിഞ്ഞതായിട്ട് നടിച്ചില്ല. അവരവിടെ കയറി ഏതാണ്ട് 10,200 ഇസ്രായേലികളെ കൊലപ്പെടുത്തിയിട്ട് 129 പേരെ പിടിച്ചുകൊണ്ടുപോയി. ഈ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ എങ്ങോട്ട് കയറുന്നത്? ഗാസയിലേക്ക് കയറുന്നത്. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന പലസ്തീനികളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുക എന്നതാണ്. ആ കുടിയൊഴിപ്പിക്കലിന് ഒരു കാരണം ഇട്ടുകൊടുത്ത ഹമാസ് വളരെ സേഫായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി. അവർ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ നിങ്ങളെ ഒഴിപ്പിക്കാൻ വന്നാലും ശരി, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. ഹമാസിന്റെ മണ്ടത്തരം കേട്ട് അവിടെ നിന്ന ആൾക്കാർ മുഴുവൻ ദുരിതമേറ്റുവാങ്ങി. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഹമാസ് തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ പലസ്തീനികൾ ഇതിനു മുമ്പും പലതവണ ഹമാസിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്നാൽ ആ വാർത്തകളൊക്കെ തന്നെ പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള മീഡിയ വിങ് ശ്രമിച്ചതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയത്. എന്നാൽ ഇപ്പോൾ അത് എല്ലാം മറയും നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലസ്തീനികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവർക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. അവരിപ്പോൾ പറയുന്നത് എന്താണ്? ഹമാസ് തീവ്രവാദികളാണ്, ഹമാസ് പുറത്തു പോവുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ത്രീകൾക്കും ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, ഞങ്ങളുടെ ജീവനും വിലയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലനിൽക്കുന്ന സാഹചര്യവും നിങ്ങൾക്കറിയാം. അതായത് ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ പക്കലുള്ള 59 ബന്ദികളെ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല എന്നാണ്. എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രായേൽ ആക്രമണം നിർത്താതെ ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് കൂട്ടരും യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിന് കംപ്ലീറ്റ് ആയിട്ട് ഗാസ തകർക്കണം, ഗാസ ഇടിച്ചു നിരത്തിയിട്ട് ഗാസ സ്വന്തമാക്കണം. ആരൊക്കെയാണോ ഇസ്രായേലിലൂടെ, അതിൽ ഖത്തറുണ്ട്, അമേരിക്കയുണ്ട്, മറ്റേതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, ഇവരെല്ലാം കൂടി ചേർന്ന് ഗാസ സ്വന്തമാക്കി യൂറോപ്യൻ മാർക്കറ്റ് സ്വന്തമാക്കാനുള്ള ശക്തമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പലസ്തീനിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് യാതൊരു വിലയുമില്ല, അവരെ ആരും ഗവനിക്കുന്നില്ല. ഹമാസ് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് തന്നെയാണ് ബന്ദികളെ വിട്ടുകൊടുക്കാത്തത്. അതായത് ഇസ്രായേലിന് യുദ്ധം തുടർന്ന് ചെയ്യാനുള്ള കാരണം ഹമാസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, പലസ്തീനികൾ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടല്ല ഇസ്രായേൽ കയറി അങ്ങോട്ട് ആക്രമിക്കുന്നത്. മറിച്ച് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയ, ഇസ്രായേലും ഖത്തറും അമേരിക്കയും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ കൊണ്ട് ഒരു നാടകം കളിപ്പിച്ചിട്ട് ആ നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അവര് ഈ അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ, ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള പലസ്തീനികൾ ഹമാസ് തീവ്രവാദികളാണെന്നും ഹമാസ് പുറത്തു പോകണമെന്നും പറയുമ്പോൾ നമ്മുടെ നാട്ടിലിരുന്നുകൊണ്ട് ഹമാസിനെ ഒരു വിശുദ്ധ യുദ്ധക്കാരായിട്ട് കാണുന്ന ഒരുപാട് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. പലസ്തീനികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച സത്യം നിങ്ങൾക്കും ഒരു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ അന്നേ മനസ്സിലാകുമായിരുന്നു. കാരണം ഒരു പ്രവൃത്തിയുടെ ഔട്ട്കം നോക്കിയാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. ഹമാസിന്റെ പ്രവൃത്തി മൂലം പലസ്തീനികൾക്ക് ദോഷമല്ല, യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഹമാസ് പുറമേ ഞങ്ങൾ പലസ്തീനികൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നത് പറയുകയും രഹസ്യമായിട്ട് അവർ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഖത്തറിൽ നിന്നും വർഷങ്ങളായിട്ട് അവിടേക്ക് പണം ഒഴുകിക്കൊണ്ടിരുന്നത്. അതായത് ഹമാസിനെ നിലനിർത്താൻ വേണ്ടി. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം യൂറോപ്പിലെ പ്രകൃതിവാതക മാർക്കറ്റ്, എണ്ണ മാർക്കറ്റ് ആയിരുന്നു. അതിലേക്ക് അവർ ഇപ്പോൾ വളരെയധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പലസ്തീനികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് റഷ്യയുടെ നിലപാട് എന്തായിരിക്കും എന്നതിൽ മാത്രമാണ്. അതായത് റഷ്യ, ഇറാൻ, ചൈന മുതലായ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വളരെയധികം പ്രസക്തമായിരിക്കും. റഷ്യ അവർ ഇത്രകാലം കൈവച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മാർക്കറ്റ് നഷ്ടപ്പെടാൻ ഒരിക്കലും അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. റഷ്യയെ ചതിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നീക്കം സക്സസ് ആവാനും അവർ അനുവദിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ വളരെ വലിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഗാസയുടെ ഭാവിയിൽ ഉണ്ടാകും, ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ അമേരിക്കയോ ഇസ്രായേലോ ഖത്തറോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ നടപ്പിലാകാനുള്ള സാധ്യതയും കുറവാണ്. എന്തു തന്നെയായാലും ശരി, ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഹമാസ് എന്ന് പറയുന്ന സംഘടന അങ്ങേയറ്റം വലിയ ചതിയന്മാരുടെ ഒരു സംഘമാണ്. അവർ പലസ്തീനുകളെ ഇന്നേ വരെ ചതിക്കുകയല്ലാതെ അവർക്ക് വേണ്ടി യാതൊരു നന്മയും അവർ ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ ബന്ദികളെ വിട്ടുകൊടുക്കാതെ അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനികൾ ചാവുന്നെങ്കിൽ ചത്തോട്ടെ, എന്നാലും ശരി ഞങ്ങൾ ഈ യുദ്ധം നിർത്തില്ല എന്നുള്ള ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ
ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും രണ്ടു കൂട്ടരും ഒരേപോലെ പലസ്തീനികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം, പലസ്തീനികൾക്കും യഹൂദന്മാർക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും യഹൂദന്മാർക്കും ഇടയിൽ യാതൊരു വൈരവുമില്ല. കാര്യം എന്താണ്? ഇസ്രായേലിൽ ജീവിക്കുന്ന യഹൂദന്മാർ നെതന്യാഹുവിന്റെ ചെയ്തിക്കെതിരെ തെരുവിൽ സമരം ചെയ്യുകയാണ്. അവർ പലസ്തീനികൾക്ക് അനുകൂലമായിട്ട് അവിടെ സമരം ചെയ്തു. ഇവിടെ പലസ്തീനികൾ ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസിനെ അവർ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. ഹമാസ് പുറത്തു പോകാൻ പറയുന്നു. അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്ന ആരാണ്? ഇതൊരിക്കലും മതപരമായ ഒരു വിഷയമല്ല എന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല ഇത് മറിച്ച് കുറച്ച് പണക്കൊതിയന്മാരായ ആൾക്കാർ മതത്തിന്റെ ഒരു പരിവേഷം ചാർത്തിക്കൊണ്ട് നടത്തുന്ന കിരാതമായ ചില നീക്കങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇതുവരെ ഹമാസിനെ ഒരു വിശുദ്ധ പോരാളി ഗ്രൂപ്പായിട്ട് കരുതിയിരുന്ന ആൾക്കാർ തിരിച്ചറിയണം, അവർ ചതിയന്മാരുടെ ഒരു സംഘമാണ്. ഇനിയെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം. താങ്ക് യു.